പണ്ടേ പാലാ നിയോജക മണ്ഡലം നമ്മളങ്ങ് ചിലർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. പാലാന്ന് കേൾക്കുമ്പോൾ നമ്മൾ KM മാണിയെ ഓർക്കും. തൊടുപുഴ എന്ന് കേൾക്കുമ്പോൾ PJ ജോസഫിനെ, മാള എന്ന് പറയുമ്പോൾ ഇപ്പോഴും കരുണാകരനെ തന്നെയാണ് ഓർമ്മ വരിക. മാളയിലെ മാണിക്യം. ഇപ്പോഴും നമ്മൾ പാല എന്ന് പറയുമ്പോൾ ആദ്യം കേരള രാഷ്ട്രീയം അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ പറയും, KM മാണിയുടെ നാടല്ലേ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ KM മാണി കാലം ചെയ്തു കഴിഞ്ഞു. പക്ഷെ പിന്നീട് മകന് അവിടെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് തന്നെ ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പാലയില് ഇപ്പൊ പഴയ പാലയല്ല, ചിത്രം മാറുകയാണ്. കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് കൊടിവെച്ച ഒരു കാറ് വരാത്തതിൽ അതീവ ദുഃഖിതനാണ് ജോസ് കെ മാണി. നമുക്കറിയാം, കോട്ടയം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ ഒരു തട്ടകമാണ്. പ്രത്യേകിച്ച് പാല, തൊടുപുഴ ഇവിടങ്ങളിലൊക്കെ. പക്ഷേ ഇപ്പോൾ കോട്ടയം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ നമ്മളെടുത്ത് നോക്ക്: പാല, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ. ഇത് 3 അവിടെ നമുക്കറിയാം, കോട്ടയം ജില്ലയിലെ മത്സരിക്കുന്നതൊക്കെ തന്നെ ഏതാണ്ട് എല്ലാം ക്രൈസ്തവ മുഖങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പാലയിലെ കാര്യം നോക്കുക. പാലയിലെ ഷോൺ ജോർജ് ആണ് BJPയുടെ സ്ഥാനാർത്ഥി. മാണി സി കാപ്പൻ UDFന്റെ സ്ഥാനാർത്ഥി. ജോസ് കെ മാണി UDFിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ കാപ്പൻ പറഞ്ഞു, ഞാൻ മാറിക്കൊടുക്കില്ല. കാപ്പൻ ഇപ്പോൾ ഏതാണ്ട് അങ്ങ് പാല സ്വന്തമായതുപോലെയാണ്. പക്ഷേ ഷോൺ ജോർജ് അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കാപ്പനും ഇപ്പോൾ അടിവേരൊന്ന് അല്പം ഒന്ന് ഇളകിയിരിക്കുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ കാപ്പനും ജയിച്ചു വന്നു കഴിഞ്ഞാൽ കാപ്പൻ ഒരു മന്ത്രിസ്ഥാനം പോലും കാണുന്നുണ്ട്. ഒറ്റയാൾ പട്ടാളമാണ്. അവിടേക്കാണ് ഷോൺ ജോർജ് കയറി ചെന്നിരിക്കുന്നത്. BJP ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ സ്വാധീനം ചില്ലറയല്ല. അത് പ്രത്യേകിച്ച് ഷോൺ ജോർജിലുണ്ട്. ഷോൺ ജോർജ് ക്രൈസ്തവ സഭയും BJP കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള ഒരു പാലമാണ്. അതിൽ വലിയ നേട്ടം കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് ഉണ്ടാവുകയും ചെയ്തു. തർക്കം നിൽക്കുന്ന സഭയുടെ തർക്കം പരിഹരിച്ചു കൊടുക്കാമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പാലായിൽ ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മുന്നേറ്റം, ഒരു പക്ഷേ ഷോൺ ജോർജ് വിജയിച്ചില്ലെങ്കിൽ പോലും വിജയത്തോളം എത്തുന്ന ഒരു പരാജയത്തിലായിരിക്കും ചെല്ലുക. അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം 3ാം സ്ഥാനത്തേക്ക് പോകും. ഇപ്പൊ ചോദിക്കും, ജയിക്കുന്നത് മാണി കാപ്പനായിരിക്കുമോ എന്ന്. ആണെങ്കിൽ തൊട്ടു പിന്നാലെ ഉണ്ടായിരിക്കും ഷോൺ ജോർജ്. പക്ഷെ എന്തായാലും ഷോൺ ജോർജ് ആ മണ്ഡലത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോട്ടയം ജില്ലയിലെ പൊതുവെ തീപാറുന്ന മത്സരമാണ്. ഇനി പൂഞ്ഞാറിലേക്ക് വന്നാൽ 2016 കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികളുടെയും പിന്തുണ ഇല്ലാതെ 26,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്വതന്ത്രനായി വിജയിച്ചു വന്ന ആളാണ് PC ജോർജ്. PC ജോർജിന് 2021 പരാജയം നേരിടേണ്ടി വന്നു. ന്യൂനപക്ഷ സമുദായങ്ങളുടെ, അതായത് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് നഷ്ടപ്പെട്ടു. പക്ഷെ 2026 ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ക്രൈസ്തവ സഭയുടെ മുഴുവൻ വോട്ടും അതുപോലെ തന്നെ BJPയുടെ വോട്ടും സമാഹരിക്കാൻ വേണ്ടി തന്നെയാണ് PC ജോർജിനെ പൂഞ്ഞാറിൽ ഇറക്കിയിരിക്കുന്നതെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ അവിടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണ്. ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ, ജോർജ് കുര്യൻ എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി BJPയിൽ പ്രവർത്തിക്കുകയാണ്. BJP എന്ന് എഴുതാൻ കൂടെ കേരളത്തിലുള്ളവർക്ക് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ BJPയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ നേതാവാണ് ജോർജ് കുര്യൻ. ഈ 2024 മോദി സർക്കാരിലാണ് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാകുന്നത്. അത് ക്രൈസ്തവരുടെയൊക്കെ വലിയ നേട്ടവും ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ ഈ പാലായിലും പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും
മികച്ച പ്രകടനമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇത് BJP-യിലെ ക്രൈസ്തവ മുഖങ്ങളുടെ ഒരു തേരോട്ടമായിരിക്കും. ഈ മണ്ഡലങ്ങളൊന്നും ഒരു കാലത്തും കോൺഗ്രസിന് തീരെഴുതി കൊടുത്തതൊന്നുമല്ല. ഇത് മാറി മറിയുമെന്നുള്ളതാണ്. അപ്പോൾ ഷോൺ ജോർജ് തന്നെ പറയുന്നുണ്ട്, ഷോൺ ജോർജ് പാലയിൽ ജയിച്ചു വന്നാൽ എന്തായിരിക്കും, എന്ത് നടക്കും, ഇന്ത്യയിൽ എന്താണോ നടക്കുന്നത് അത് തന്നെ പാലായിലും നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിലർ കേരള കോൺഗ്രസ് ഒക്കെ പറഞ്ഞു നടന്നു, KM മാണിയും ജോസ് കെ മാണിയും എല്ലാവരും തന്നെ നെഞ്ചിലാണ് പാല, കരളാണ് പാല എന്നൊക്കെയാണ് ജോസ് കെ മാണി പറയുന്നത്. ജോസ് കെ മാണിക്ക് തീരെ എഴുതി കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഷോൺ ജോർജിന് അവകാശപ്പെട്ടതും കൂടി എന്ന് പറയാമല്ലോ. അപ്പോൾ അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഷോൺ ജോർജ് തന്നെ പറയുന്നത് 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ പാലയിൽ നിന്ന് ജയിക്കും എന്നാണ്. ഈ പൊതുവെ ഒരു രാഷ്ട്രീയ അടിമത്തം ഒരു കാലത്തുണ്ടായിരുന്നു പാലയിൽ. ആ രാഷ്ട്രീയ അടിമത്തത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത്. പഴയതുപോലെ ഒരു പാർട്ടിയോടും കൂറ് പുലർത്തുന്നില്ല എന്നുള്ളതാണ്. മാറി വരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അംഗീകരിക്കാൻ തയ്യാറാകുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി കേരള കോൺഗ്രസിന് പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ മാണി ഗ്രൂപ്പ് തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിൽ പ്രബലമായിട്ട് നിൽക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. ജോസഫ് അത്രയുമില്ല. പിന്നെയും കേരള കോൺഗ്രസ് ഉണ്ട്, ജേക്കബ് ഉണ്ട്, ബാലകൃഷ്ണപിള്ളയുണ്ട്. ഇങ്ങനെ പോവുകയാണ്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അക്ഷരമാല എത്രയുണ്ടോ അത്രയുമായിട്ട് പോവുകയാണ്. പക്ഷെ പ്രബലമായിട്ട് നിൽക്കുന്ന കേരള കോൺഗ്രസിന് വലിയ പരാജയം നേരിടാൻ പോവുകയാണ്. അവരുടെ പരാജയം ഇക്കുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ പാർട്ടി തന്നെ ഇല്ലാതാകും എന്നുള്ളത് ഉറപ്പാണ്. ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഭയടക്കം പലതരത്തിലുള്ള ശ്രമവും നടത്തി. പക്ഷേ പിണറായി വിജയൻ വെട്ടിലാക്കി കേരള കോൺഗ്രസിനെ പിളർത്തും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഒരു പാലയിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം അതിൻ്റെ അന്ത്യവും BJP-യുടെ തുടക്കവുമാണ് പാലയിൽ കുറിക്കാൻ പോകുന്നത്. BJP അവിടെ വലിയ നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രങ്ങളിലേക്കും BJP-യുടെ ഒരു പടർന്ന് കയറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.